AICCയുടെ ലിസ്റ്റിൽ രാഹുലിന്റെ പേരില്ല. പ്രിയമുള്ളവരെ, AICCയുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള AICCയുടെ നിർദ്ദേശമടങ്ങുന്ന ആ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആ ലിസ്റ്റ് i2 ന്യൂസിന് ലഭിച്ചു. ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അതിൽ രാഹുലിൻ്റെ പേരില്ല. AICC കഴിഞ്ഞ ദിവസം KPCCക്ക് അയച്ച ആ ഇന്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷനിൽ പാലക്കാട് ആരൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. AICCയുടെ ആ ലിസ്റ്റിൽ പാലക്കാട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ്. 1 കണ്ണൻ ഗോപിനാഥ്, 2 KS ജയഘോഷ്, 3 A തങ്കപ്പൻ, 4 സന്ദീപ് വാര്യർ. ഇത്രയും ഈ 4 പേരുടെ പേരാണ് AICC പാലക്കാട്ട് സ്ഥാനാർത്ഥികളായി നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമാന്യ ബോധമുള്ള കേരളത്തിലെ ആരും പറയും ഈ 4 പേരുകൾ യാതൊരു കാരണവശാലും ഉറപ്പിക്കാം, പാലക്കാട് ഈ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ കോൺഗ്രസിന് ദയനീയ പരാജയമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ ദിവസം ഈ ഫെബ്രുവരി 20-ാം തീയതി i2 ന്യൂസ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. നമ്മളൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ 4 സ്ഥാനാർത്ഥികളിൽ ഒരാൾ നിന്നാൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്രകാരം സംഭവിച്ചില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്ന എന്ത് പണിയും ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്രകാരം ഈ 4 സ്ഥാനാർത്ഥികളിൽ ഒരാൾ ജയിച്ചാൽ നമുക്ക് പറ്റാവുന്ന തുകയെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ബെറ്റ് തന്നെയാണെന്ന് വെക്കുക. 1 ലക്ഷം രൂപ ഈ സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ 1 ലക്ഷം രൂപ ഞങ്ങൾ ഈ കേക്കച്ചന് കൊടുക്കും. ക്യാഷായിട്ട് കൊണ്ട് കേക്കച്ചൻ്റെ കയ്യിൽ കൊടുക്കും. ഇത് ഞങ്ങളുടെ ഒരു വെല്ലുവിളിയാണ്. ഞങ്ങളുടെ വെല്ലുവിളി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ ജനങ്ങളുടെ അവരുടെ ഒരു പൊതുവികാരം ഞാൻ ഇതിലൂടെ പരസ്യപ്പെടുത്തുന്നു എന്ന് മാത്രം. ഈ AICC പുറത്തുവിട്ട ഈ ലിസ്റ്റ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ സകല എടുക്കാച്ചരക്കുകളും തോൽക്കാൻ സാധ്യതയുള്ള സകല അലപലാദികളും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: AICC ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, അസംബ്ലി ഇലക്ഷൻസ് 2026 കേരള. The Central Election Committee of the Indian National Congress has proposed the following names for the ensuing elections to the Legislative Assembly of Kerala, keeping in view winnability and local feedback for consideration. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കനകോലു ഉണ്ടെന്ന് പറയുന്നു, കോലില്ലാത്ത ഓലു ഉണ്ടെന്ന് പറയുന്നു. ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് അവസാനം തട്ടിക്കൂട്ടിയ ഈ ലിസ്റ്റ് കണ്ടാൽ ഇത് ആളുകൾ, പൊതുജനങ്ങൾ ചിരിക്കുന്ന തരത്തിലൊരു ലിസ്റ്റാണ് ഇവന്മാർ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഞാനിത് പരസ്യമായി പറയുന്നില്ല. ഇതിലെ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ആരൊക്കെയാണ് നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാകും. അന്നേരം ഇപ്പോൾ ഈ ഏറിൽ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങളിൽ പതിരല്ല കാര്യമുണ്ട് എന്ന ഒരു കാര്യവും നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം ഓടിച്ച് ഈ ലിസ്റ്റുകൾ AICC നൽകിയ ആ ലിസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. അപ്പോൾ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടും. അത് ഏറ്റവും നോർത്ത് സൈഡ് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഉദുമ ഹക്കീം കുന്നേൽ, അതുപോലെ BP പ്രദീപ് കുമാർ. ഈ 2 പേരെയാണ് ഉദുമയിലേക്ക് സ്ഥാനാർത്ഥികളായി AICC സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കാഞ്ഞങ്ങാട് PB സുരേഷ്, ജോമോൻ ജോസ്. പയ്യന്നൂരിൽ മുഹമ്മദ് ഷമ്മാസ്, അഡ്വക്കേറ്റ് ഗോപിനാഥ്. കല്ലായിശ്ശേരി നൌഷാദ് വാഴവളപ്പിൽ, ബ്രിജേഷ് കുമാർ. തളിപ്പറമ്പ VP അബ്ദുൾ റഷീദ്, നൌഷാദ് ബ്ലാത്തൂർ, മുഹമ്മദ് ബ്ലാത്തൂർ. ഈ 3 പേരെയാണ് തലപ്പറമ്പിൽ ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരിക്കൂരിൽ സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ.
കണ്ണൂരിൽ സ്ഥാനാർത്ഥികളായി 3 പേരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കെ സുധാകരൻ, 2 ടി.ഒ. മോഹനൻ, 3 മുഹമ്മദ് ഷമ്മാസ്. ധർമ്മടത്ത് ശ്രദ്ധേയമാണ് ഷാഫി പറമ്പിൽ, വിജിൽ മോഹൻ, ഫർസിൻ മജീദ്. തലശ്ശേരിയിൽ റജീൽ മാങ്കുറ്റി, മുഹമ്മദ് ഷമ്മാസ്. പേരാവൂരിൽ നമ്മുടെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, സുദീപ് ജെയിംസ്. ഈ 2 പേരെയാണ് അവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മാനന്തവാടിയിൽ അത് ഒരു ST മണ്ഡലമാണ്. പഴയ PK ജയലക്ഷ്മി, ജി മഞ്ജുക്കുട്ടൻ, 3 CK ജാനു. അതുപോലെ സുൽത്താൻ ബത്തേരിയിലും ഒരു ST മണ്ഡലമാണ്. അവിടെ സജസ്റ്റ് ചെയ്യുന്ന ആളുകൾ IC ബാലകൃഷ്ണൻ, CK ജാനു. അതുപോലെ കൽപ്പറ്റയിൽ സജസ്റ്റ് ചെയ്യുന്ന ആളുകൾ T സിദ്ദിഖ്, PP അലി, ഷമ്മാദ് മരക്കാർ, ജഷീർ പള്ളിവയൽ. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KM അഭിജിത്ത്, K പ്രവീൺ കുമാർ. ഓർക്കുക, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ നാണമില്ലേ? ഈ പാർലമെന്ററി മത്സരരംഗത്തു നിന്നും ഇദ്ദേഹത്തിനൊക്കെ മാറാൻ സമയമായില്ലേ? ചെറുപ്പക്കാർക്ക് അവസരം നൽകുക. ഇത് ഈ പഴയ കടൽ കിഴവന്മാരെയൊക്കെ ഇതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ കൊയിലാണ്ടിയിൽ KM അഭിജിത്ത്, K പ്രവീൺ കുമാർ, VP ദുൽഖിൽ, നജീഷ് അരവിന്ദ്, N സുബ്രഹ്മണ്യം. ബാലുശ്ശേരിയിൽ ഒരു SC മണ്ഡലമാണ്. അവിടെ രമ്യ ഹരിദാസ്, VT സൂരജ്, CA അരുൺദേവ്. കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ, PM നിസാദ്, R ഷഹീൻ. ബേപ്പൂരിൽ PV അൻവർ, ആദം മുസ്ലി, PM നിയാസ്, R ഷഹീൻ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, KT അജ്മൽ. വണ്ടൂരിൽ ഒരു SC മണ്ഡലമാണ്. അവിടുത്തെ സ്ഥിരം കുറ്റിയായ AP അനിൽകുമാർ. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് മണ്ഡലത്തിൽ എല്ലാ തവണയും ഇവരുടെ സ്ഥിരം നേർച്ചക്കോഴിയാണ് അനിൽകുമാർ. അതുകൊണ്ട് തന്നെ അനിൽകുമാർ അല്ലാതെ വേറെ ആരെയും അവിടെ പരിഗണിക്കത്തില്ല. അങ്ങനെ AP അനിൽകുമാറിൻ്റെ വേരുറച്ച അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തേക്കുന്ന മണ്ഡലമാണ് വണ്ടൂർ. അതുപോലെ തവനൂരിൽ AM രോഹിത്, P ഇഫ്തിഖറുദ്ദീൻ, 3 റിയാസ് മുക്കോളി. പൊന്നാനിയിൽ KP നൌഷാദ് അലി, 2 സിദ്ദിഖ് പന്താവൂർ, PT അജയ് മോഹൻ. തൃത്താലയിൽ VT ബൽറാം, CV ബാലചന്ദ്രൻ, CK ഫറൂഖ്. പട്ടാമ്പിയിൽ TP ഷാജി, റിയാസ് മുക്കോളി, ജയശങ്കർ കൊട്ടാരത്തിൽ. ഷൊർണൂരിൽ TH ഫിറോസ് ബാബു, സന്ദീപ് വാര്യർ, ഗിരീഷ് ഗുപ്ത. ഒറ്റപ്പാലത്ത് ഹരിഗോവിന്ദൻ മാസ്റ്റർ, സന്ദീപ് വാര്യർ. മലമ്പുഴയിൽ അനന്തകൃഷ്ണൻ, ഗൗജ വിജയകുമാർ, വിനോദ് ചേറാട്. പാലക്കാട് ഞാൻ മുമ്പേ പറഞ്ഞു, പാലക്കാട് AICC സജസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ 1-മൻ കണ്ണൻ ഗോപിനാഥ്, 2 KS ജയഘോഷ്, 3 A തങ്കപ്പൻ, 4 സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് പല മണ്ഡലങ്ങളിൽ ഇവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തരൂർ ഒരു SC മണ്ഡലമാണ്. അവിടെ അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ KA തുളസി, KA ഷീബ, വിപിൻ കൃഷ്ണൻ. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ, KC പ്രീത്, വിഷ്ണു C. ആലത്തൂരിൽ KA ഫെബിൻ, KG എൽദോ, പാളയം പ്രദീപ്. ചേലക്കരയിൽ ഒരു SC മണ്ഡലമാണ്. അവിടെ KB ദാസൻ, ശ്രീലാൽ ശ്രീധർ, KB ശശികുമാർ, ശിവൻ വീട്ടിൽക്കുന്ന്. കുന്നംകുളത്ത് അനിലക്കര, O അബ്രോഹിമാൻ കുട്ടി, 3 പ്രമോദ് C. മണല്ലൂരിൽ TN പ്രതാപൻ, മുഹമ്മദ് ഹാഷിം, അനിൽ അക്കര. വടക്കാഞ്ചേരിയിൽ PN വൈശാഖ്, ജോസ് വള്ളൂർ, ഡോക്ടർ സോയ ജോസഫ്. ഒല്ലൂരിൽ ജോസഫ് ടാജറ്റ്, ഷാജി കോടനാകണ്ടത്ത്, ആൻ സെബാസ്റ്റ്യൻ, രാജൻ പല്ലൻ. തൃശ്ശൂരിൽ വളരെ തമാശാണ്, K മുരളീധരൻ, TV ചന്ദ്രചൂഡൻ, ജോസഫ് ടാജറ്റ്, A പ്രസാദ്. കിങ്ങിണിക്കുട്ടനെ തൃശ്ശൂരിൽ സജസ്റ്റ് ചെയ്യണമെന്ന് 1-മത്തെ ലിസ്റ്റിൽ AICC നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. വീണ്ടും തോൽവികൾ ഏറ്റുവാങ്ങാൻ കിങ്ങിണി. അതുപോലെ നാട്ടികയിലും SC മണ്ഡലമാണ്. അവിടെ IM വിജയൻ, ശ്രീലാൽ ശ്രീധർ,
കാവ്യ രഞ്ജിത്ത്, CK വിനോദ്, സുനിൽ ലാലൂർ. കയ്പമംഗലം TN പ്രതാപൻ, ആസിഫ് മുഹമ്മദ്, ശോഭ സുബിൻ, TM നാസർ, അഡ്വക്കേറ്റ് മുഹിയുദ്ദീൻ. അതുപോലെ പുതുക്കാട് OJ ജനീഷ്, ജോസഫ് ടാജറ്റ്, സോണിയ ഗിരി, നിഖിൽ ദാമോദരൻ. ചാലക്കുടിയിൽ സന്തോഷ് കുമാർ ജോസഫ്, ആൻ സെബാസ്റ്റ്യൻ, ഷോൺ പല്ലിശ്ശേരി. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, TN പ്രതാപൻ, സോണിയ ഗിരി, സാജൻ കൊടിയൻ. നമ്മുടെ TN പ്രതാപനെ പല സ്ഥലങ്ങളിലും തിരികെ കയറ്റാൻ നോക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും AICC അദ്ദേഹത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി, മാത്യു കുഴൽനാടൻ, അബിൻ വർക്കി. അങ്കമാലിയിൽ റോജി M ജോൺ, ആൻ സെബാസ്റ്റ്യൻ. ആലുവയിൽ അൻവർ സാദത്ത്, മുഹമ്മദ് ഷിയാസ്, ജിൻഷാദ് ജിന്നാസ്, അബ്ദുൾ മുത്തലീബ്. പരവൂരിൽ വേറെ ആരുമില്ല, VD സതീശൻ്റെ പേര് മാത്രമേ അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളൂ. വൈപ്പിനിൽ അജയ് തറയിൽ, TN പ്രതാപൻ, കാർത്തിക് ശശി, ദീപക് ജോയി, OJ ജനീഷ്. അതുപോലെ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ്, VD സതീശൻ്റെ ഗുണ്ടയും വലങ്കയുമായ മുഹമ്മദ് ഷിയാസിനെയാണ് ഒന്നാം സ്ഥാനം കൊച്ചിയിൽ നൽകിയിരിക്കുന്നത്. 2 ടോണി ചമ്മണി, ഡൊമിനിക് പ്രസന്റേഷൻ, തമ്പി സുബ്രഹ്മണ്യം, ഷൈനി മാത്യു. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയി, M ലിജു, രാജു P നായർ, ദീപ്തി മേരി വർഗീസ്, രമേശ് പിഷാരടി, സൗമിനി ജെയിൻ. അതുപോലെ എറണാകുളം TJ വിനോദ്, VK മിനിമോൾ. തൃക്കാക്കര മുഹമ്മദ് ഷിയാസ്, ഉമാ തോമസ്, ദീപ്തി മേരി വർഗീസ്. VD സതീശൻ്റെ പ്രിയങ്കരായ ആളുകളെയാണ് തൃക്കാക്കരയിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നതും ശ്രദ്ധേയമാണ്. കുന്നത്തനാട് ഒരു SC മണ്ഡലമാണ്. VP സജീന്ദ്രൻ, വൈശാഖ് ദാസൻ, അരുൺകുമാർ. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ, PP എൽദോസ്. ദേവികുളം ഒരു SC മണ്ഡലമാണ്. അവിടെ D കുമാർ, കൃഷ്ണമൂർത്തി, രാജാറാം, AS രാജ. ഉടുമ്പൻചോലയിൽ റോയി K പൗലോസ്, അലോഷ്യസ് സേവ്യർ, ഫ്രാൻസിസ് ദേവസ്യ, ബിജോ മാണി, സേനാപതി വേണു. പീരുമേടിൽ അലോഷ്യസ് സേവ്യർ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ടോണി തോമസ്, റോയി K പൗലോസ്, നിഷ സോമൻ. ഇവരൊക്കെയാണ് സജസ്റ്റഡ് ലിസ്റ്റിലുള്ളത്. അതുപോലെ വൈക്കത്ത് അതൊരു SC മണ്ഡലമാണ്. ഡോക്ടർ PR സോന, വൈശാഖ് ദർശൻ, A സനീഷ് കുമാർ. കോട്ടയം ഒരേ ഒരാൾ, പഴയകുറ്റി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് A ബാബുവിനെ പോലെ ഈ പാർലമെന്ററി മോഹമൊക്കെ ഒന്ന് അടക്കി ഒന്ന് വീട്ടിലിരുന്നുകൂടെ? എത്രയോ മിടുക്കരായ ചെറുപ്പക്കാർ അവിടെയുണ്ട്. അതുപോലെ പുതുപ്പള്ളിയിൽ ഒരു കുത്തിത്തിരിപ്പ് സാധ്യത കാണുന്നു. ചാണ്ടിയുമ്മനെ കൂടാതെ ചാണ്ടിയുമ്മൻ്റെ സഹോദരി ഡോക്ടർ മറിയ ഉമ്മൻ്റെ പേരും കൂടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ചാണ്ടിയുമ്മനെ തുടക്കം മുതൽ തന്നെ ഒതുക്കുവാനൊരു ശ്രമം കഴിഞ്ഞ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അന്നത് വിലപ്പോകില്ല എന്ന് ഒരു പൊതുജന വികാരം കണക്കിലെടുത്താണ് അന്ന് ചാണ്ടിയുമ്മനെ അവർ പരിഗണിച്ചത്. ഇത്തവണ മറിയ ഉമ്മനെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് AICCയും ആ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ അബിൻ വർക്കി, ഫിൽസൺ മാത്യൂസ്, ജോഷി ഫിലിപ്പ്, ആൻ സെബാസ്റ്റ്യൻ ജോസഫ് വടക്കൻ. അരൂരിൽ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, ജിൻഷാദ് ജിന്നാസ്, കാർത്തിക് ശശി, MB പ്രവീൺ. ചേർത്തലയിൽ S ശരത്ത്, ആരിത ബാബു. ആലപ്പുഴയിൽ AA ഷുക്കൂർ, ഡോക്ടർ KS മനോജ്, MJ ജോബ്, മോളി ജേക്കബ്. അമ്പലപ്പുഴയിൽ M ലിജു, AR കണ്ണൻ, MB പ്രവീൺ, ഷാനിമോൾ ഉസ്മാൻ, മുഹമ്മദ് അസ്ലാം. ഹരിപ്പാട് വേറെ ആരുമില്ല, പഴയകുറ്റി രമേശ് ചെന്നിത്തല. കായംകുളത്ത് KP ശ്രീകുമാർ, ആരിത ബാബു, PS അനുരാജ്, M ലിജു, ബിനു ചുള്ളിയിൽ. മാവേലിക്കര ഒരു SC മണ്ഡലമാണ്. അവിടെ അഡ്വക്കേറ്റ് മുത്തുരാജ് രാജ്, മീനു സജീവ്. ചെങ്ങന്നൂരിൽ ജ്യോതി വിജയകുമാർ, ബിനു ചുള്ളിയിൽ, സജി ജോസഫ്. അതുപോലെ റാന്നിയിൽ പഴകുളം മധു, JS അടൂർ, റിങ്കു ചെറിയാൻ. ആറന്മുളയിൽ 6 പേരുടെ പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആറന്മുളയിൽ AICC നിർദ്ദേശിച്ചിരിക്കുന്ന പേരുകൾ വിജയ് ഇന്ദുചൂടൻ, പഴകുളം മധു, അനീഷ് വരിക്കാൻമല, അബിൻ വർക്കി,
സന്ദീപ് വാര്യർ, ശിവദാസൻ നായർ. കോന്നിയിൽ അടൂർ പ്രകാശ്, രജനി പ്രദീപ്, പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, അഡ്വക്കേറ്റ് എൻ ഷാലിരാജ്, റോബിൻ പീറ്റർ. അടൂര് ഒരു എസ് സി മണ്ഡലമാണ്. അവിടെയും രമ്യ ഹരിദാസിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അജോ മോൻ, എസ് ജെ പ്രേംരാജ്, അനന്തു ബാലൻ. അതുപോലെ കരുനാഗപ്പള്ളിയിൽ മറ്റാരുമില്ല, സി ആർ മഹേഷ് മാത്രം. കൊട്ടാരക്കരയിൽ ഒന്നാം സ്ഥാനം സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ആയിഷ പോറ്റി, 2 ആർ ചന്ദ്രശേഖരൻ, 3 ആർ രശ്മി. പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് സാജു ഖാൻ. ചടയമംഗലം എം എം നാസിർ, ഫൈസൽ കുളപ്പാടം, കുമ്മിൽ ഷമീർ. കുണ്ട്രയിൽ ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് സജ്ജിച്ചിരിക്കുന്നത്, മറ്റാരുമല്ല, പി സി വിഷ്ണുനാഥ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, ആർ അരുൺരാജ്, സൂരജ് രവി, അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ. ചാത്തന്നൂരിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്ന 4 പേരെയാണ്: ആർ ചന്ദ്രശേഖരൻ, ആർ അരുൺരാജ്, ബിന്ദു കൃഷ്ണ, പി എസ് പ്രദീപ്. വർക്കലയിൽ വർക്കല കഹാർ, ഡോക്ടർ എസ് എസ് ലാൽ, അതുപോലെ നബീൽ കല്ലമ്പലം. ഈ 3 പേരെയാണ് വർക്കലയിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിറയൻകീഴ് ഒരു എസ് സി മണ്ഡലമാണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷ്, ബി എസ് അനൂപ്, കെ എസ് ഗോപകുമാർ. ഓർക്കുക, കാലാകാലങ്ങളായി ഈ എസ് സി സീറ്റിൽ മത്സരിച്ച് വിജയിച്ചു പോകുന്ന ആളാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ്. അന്നേരം സുരേഷിന് എങ്ങനെങ്കിലും കേരളത്തിൽ വന്ന് ഒരു പറ്റിയാലൊരു മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും സേഫ് മണ്ഡലമായ ചിറയൻകീഴിൽ ഒന്നാമതായി പരിഗണിച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെയാണെന്നത് ശ്രദ്ധേയമാണ്. അതുപോലെ നെടുമങ്ങാട് ബി ആർ എം ഷഫീർ, സുധീർ പാലോട്, എം എ വാഹിദ്. വാമനപുരത്ത് പാലോട് രവി, രമണി പി നായർ, ആനന്ദ് ജയൻ, സുധീഷ് പാലോട്. കഴക്കൂട്ടം 3 പേരാണ്: ജെ എസ് അഖിൽ, എം എ വാഹിദ്, ഡോക്ടർ എസ് എസ് ലാൽ. വട്ടിയൂർക്കാവിൽ കിങ്ങിണിക്കുട്ടനെ വട്ടിയൂർക്കാവിലും ഒന്നാം സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ, ജ്യോതി വിജയകുമാർ, കെ ശബരിനാഥൻ, വീണ എസ് നായർ. തിരുവനന്തപുരത്തും കിങ്ങിണിക്കുട്ടനെ ഒന്നാം സ്ഥാനത്ത് പരിഗണിച്ചിട്ടുണ്ട്. കെ ശബരിനാഥനെയും പരിഗണിച്ചിട്ടുണ്ട്. ടി ശരത്ചന്ദ്ര പ്രസാദിനെയുമുണ്ട്. വി എസ് ശിവകുമാർ, എം വിൻസെന്റ്. ഇങ്ങനെ ഈ 5 പേരെ തിരുവനന്തപുരത്തെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ആ മണ്ഡലത്തിലേക്ക് ഈ 5 പേരെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേമത്ത് ഡോക്ടർ ശശി തരൂരിനെ ഒന്നാം സ്ഥാനത്തേക്ക് AICC നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ 2ാം സ്ഥാനത്തേക്ക് വീണ്ടും കിങ്ങിണിക്കുട്ടൻ കെ മുരളീധരനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വി എസ് ശിവകുമാറുണ്ട്, ജി വി ഹരിയുണ്ട്, നേമം ഷജീറുണ്ട്. അതുപോലെ അരുവിക്കരയിൽ എം എം ഹസൻ, എം ആർ ബൈജു, ബി ആർ എം ഷഫീർ. പാറശാലയിൽ വി എസ് ശിവകുമാർ, നെയ്യാറ്റിൻകര സനൽ. കാട്ടാക്കടയിൽ മലയങ്കിഴ് വേണുഗോപാൽ, എം ആർ ബൈജു, വി എസ് ശിവകുമാർ, ആർ വി രാജേഷ്, എം മണികണ്ഠൻ. കോവളത്ത് 2 പേർ: എം വിൻസെന്റ്, ഫ്രീഡ സൈമൺ. നെയ്യാറ്റിൻകരയിൽ ഫ്രീഡ സൈമൺ, എൻ ശക്തൻ, അഡ്വക്കേറ്റ് വിനോദേശൻ. ഇത്രയും പേരെയാണ് AICCയുടെ ലിസ്റ്റിലുള്ളത്. ഇതിൽ പഴയ താപ്പാനകളെ പല സ്ഥലങ്ങളിലും തിരികെ കയറ്റാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഷാഫിയെ ധർമ്മടത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ശ്രദ്ധേയമാണ്. അതുപോലെ ശശി തരൂരിനെയും നേമത്ത് പരിഗണിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ അതിലെല്ലാം ഉപരി ഏറ്റവും വിജയസാധ്യതയുള്ള, കേരളത്തിൽ ഇന്ന് ഏതും മണ്ഡലത്തിൽ നിർത്തിയാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പോലും വിജയിക്കുവാൻ സാധ്യതയുള്ള രാഹുൽ മാങ്കൂട്ടത്തെ AICC നൽകിയ ആ ആദ്യ ലിസ്റ്റിൽ ഇല്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ള ജനങ്ങളെ, ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ ഈ കോൺഗ്രസ് അടുപ്പിക്കുവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജനങ്ങളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഒരു നീതി ലഭിക്കുമെന്ന് കരുതി മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങളിപ്പോൾ കോൺഗ്രസ്സുകാരനല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യമേ തിരിച്ചറിയണം. യാതൊരു കരുണയുമില്ലാതെ വെറും ആരോപണങ്ങളുടെ പേരിൽ വെറും ഊഹാപോഹങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഒരു വാക്ക് പോലും കേൾക്കാതെ, നിങ്ങളോടൊരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കാതെ, നിങ്ങളെ ഈ പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ കഷ്ടപ്പെട്ട നിങ്ങളോടൊരു ചോദ്യം പോലും ചോദിക്കാതെ നിങ്ങളെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, അവസാനം ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കീഴ്ക്കോടതിയിൽ നിന്നും തള്ളി എന്ന കാരണത്താൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള അംഗത്വം എന്നേക്കുമായി
നീക്കിക്കളഞ്ഞ ഈ പാർട്ടിയിൽ നിങ്ങൾ പ്രതീക്ഷയോടെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇത്രയും പാഴുകളെയും തൂക്കമെന്നുറപ്പുള്ള അലപരാധികളെ വരെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു വൈബ്രൻ്റായ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായ ഒരു ഉപനേതാവിനെ കൃത്യമായി തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. നിങ്ങൾ പുറത്തു വരിക, നിങ്ങളൊരു പുതിയ സംവിധാനം രൂപീകരിക്കുക. അതുമല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുക. അത് മറ്റെവിടെയുമല്ല, പാലക്കാട്ടും പറവൂരും നിങ്ങൾ ഒരേ സമയം മത്സരിക്കുക. ഈ രണ്ടും മണ്ഡലങ്ങളിലെയും ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രതികാരം, ഒരു കൃത്യമായ മറുപടി എന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുക എന്നതാണ്. അതാണ് നിങ്ങളെ നാണം കെടുത്തിയവർക്കുള്ള ഏറ്റവും നല്ല മറുപടി. അതേസമയം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളിരുന്നാൽ ആ രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങൾ വെറുക്കുന്നു. അത്രയും ഒരു മണ്ണുണ്ണിയെ അല്ല കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടം എന്ന ആ വൈബ്രൻ്റായ ചെറുപ്പക്കാരൻ, ആ ധീരനായ യോദ്ധാവിനെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ആ വീറും വാശിയും ഇവിടെ ഉണ്ടാവണം. അതല്ല ഒരു ഇവന്മാരുടെ മേഴ്സി കാത്തു കിടക്കുന്ന ഒരു ജന്തുവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട. അപ്രകാരം നിങ്ങൾ ഇവന്മാരുടെ മേഴ്സി കാത്തു നിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിച്ചു. നിങ്ങളെ പൈരി പറഞ്ഞ് പുറത്തിറങ്ങരുത് എന്ന് മാത്രമേ പറയുവാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.